ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റ് ഏറ്റെടുക്കാനൊരുങ്ങി കോൺഗ്രസ്. റോഷി അഗസ്റ്റിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവും ശക്തമാണ്. വാർത്തയിലേക്ക്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റ് ഏറ്റെടുക്കാനൊരുങ്ങി കോൺഗ്രസ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നാണ് കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കുന്നത്. റോഷി അഗസ്റ്റിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം DCC നേതൃത്വം KPCC അറിയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ പരാജയപ്പെടുകയുണ്ടായി. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ ജയിച്ചുകൊണ്ടിരുന്നത് UDF സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം ജയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം LDFിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു. അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇടുക്കിയിൽ UDFന് ജയിക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുമ്പോഴാണ്. കോൺഗ്രസ്സാണ് ഇവിടുത്തെ ഏറ്റവും മേജറായിട്ടുള്ള ഒരു കക്ഷി. തന്നെയുമല്ല, ഇടുക്കിയിലെ 9 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ത്രിതല പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരത്തിന് വരുന്നത് എങ്കിൽ ഈ മണ്ഡലം റോഷി അഗസ്റ്റിനിൽ നിന്ന് പിടിച്ചെടുക്കാൻ കുറേ കൂടി സഹായകരമതായിരിക്കും എന്ന് ആ ഒരു അഭിപ്രായം ഇടുക്കി DCCക്ക് ഉണ്ടാവുകയും DCC ആ ഒരു അഭിപ്രായം KPCCയെ അറിയിക്കുകയും ചെയ്തു. അതേ സംബന്ധിച്ച് സീറ്റ് വെച്ചുമാറ്റത്തെ സംബന്ധിച്ചൊന്നും തീരുമാനമെടുക്കാൻ ജില്ലാ തലത്തിൽ കഴിയില്ല. ഇക്കാര്യത്തിൽ അത് KPCC UDF സംസ്ഥാന നേതൃത്വവും എടുക്കേണ്ട തീരുമാനമാണ്. പക്ഷേ ഇടുക്കിയിലെ കോൺഗ്രസിൻ്റെ ഒരു വികാരം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു അഭിപ്രായം ഇത് തന്നെയാണ്. തന്നെയുമല്ല, ഇപ്രാവശ്യത്തെ UDFിൻ്റെ പൊതുവായിട്ടുള്ള ഒരു സമീപനം ജയിക്കുന്ന പാർട്ടിക്കും ജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും സീറ്റ് കൂട്ടി UDFിൻ്റെ MLAമാരുടെ എണ്ണം നിയമസഭയിൽ വർദ്ധിപ്പിക്കണമെന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതായിരിക്കും നല്ലത് എന്നുള്ള അഭിപ്രായം ഇടുക്കി DCC KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഇനി സംസ്ഥാന തലത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മീറ്റിംഗ് അടുത്ത ദിവസം വയനാട്ടിൽ നടക്കുകയാണ്. 2 ദിവസത്തെ മീറ്റിംഗ്. അത് കഴിഞ്ഞിട്ടൊക്കെ കൂടെ മറ്റ് ചർച്ചകളിലേക്കൊക്കെ കടക്കുകയുള്ളൂ. അപ്പം എന്തായാലും ആ ചർച്ചകൾ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ കാര്യം കൂടി പരിഗണിക്കണം എന്നുള്ള ഒരു കാര്യം DCC KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസിന് പകരം സീറ്റ് കൊടുക്കേണ്ടി വരില്ലേ? അത് സജസ്റ്റ് ചെയ്യാൻ പറയാം. അതൊന്നും ഇപ്പം DCC നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിർദ്ദേശം പറയാൻ നിവൃത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സംസ്ഥാന തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് അങ്ങനെയൊരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു നിർദ്ദേശം DCCക്ക് പറയാൻ കഴിയില്ല. DCCക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കാൻ എളുപ്പമെന്നും അത് റോഷി അഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ അതാണ് നല്ലതെന്നുമുള്ള DCCയുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ പകരം സീറ്റ് കൊടുത്താണോ എടുക്കുന്നത് അല്ലാതെയാണോ എടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യം തീരുമാനിക്കേണ്ടത് സംസ്ഥാന തലത്തിലാണ്. താങ്കളായിരിക്കും സ്ഥാനാർത്ഥി. ആ കാര്യത്തെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ല. കാരണം ആരാണ് മത്സരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് KPCCയും അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുമാണ്. അപ്പോൾ അതൊക്കെ ഒരു ജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇടുക്കിക്ക് പകരം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് പൂഞ്ഞാർ സീറ്റ് നൽകിയേക്കുമെന്നാണ് ലഭ്യമായ വിവരം. കോൺഗ്രസിന് സീറ്റ് ലഭിച്ചാൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, ബിജോ മാണി, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ എന്നിവർക്കാണ് പരിഗണന ലഭിക്കുക. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.